ഇത്രയും ദിവസമായിട്ട് നിങ്ങളെന്താ എന്നോട് പറയാതിരുന്നത്? അല്ലച്ചോ, ആദ്യമൊക്കെ ഓരോരുത്തർ പറയാൻ തുടങ്ങിയപ്പോ ഞാനത് അത്ര കാര്യമാക്കിയില്ല. പിന്നെ എന്റെ കണ്ണിലും ഞാൻ പലതും കണ്ടു. അച്ഛനും കണ്ടതല്ലേ കരച്ചിലും പിടിച്ചിലും ഒക്കെ. 3-4 ദിവസമായി നാരായണൻ ശാരദയൊക്കെ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് അച്ഛനോട് പറ, അച്ഛനോട് പറയാന്ന്. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള നാറുന്ന കാര്യങ്ങൾ പറയുന്നതില് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അച്ഛോ. പക്ഷേ നമ്മുടെ ആശുപത്രിക്ക് ഒരു ചീത്തപ്പേരുണ്ടാവുക എന്ന് വെച്ചാൽ പറയാതിരിക്കാൻ പറ്റുമോ? കാര്യം അങ്ങേര് നല്ല ഡോക്ടറാ. ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ എന്തുവിനെയും കുറ്റം പറയാനൊക്കില്ല. എന്ന് വെച്ച് പള്ളിക്കാർ ആശുപത്രിയിൽ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ നടക്കുന്നു എന്ന് നാട്ടുകാർ പറയാൻ തുടങ്ങിയാൽ ആശുപത്രിക്ക് ചീത്തപ്പേരുണ്ടാവുന്നതോ പോട്ടെ, നമ്മുടെ സഭയ്ക്കല്ലേ വെച്ചോ അതിന്റെ നാണക്കേട്. അച്ഛൻ എന്നോട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാനിപ്പോ ഇത് പറഞ്ഞത് തന്നെ. അല്ലടാ നാരായണ? പിന്നല്ലാതെ ഞങ്ങൾക്ക് ഈ ആശുപത്രിയോട് പ്രത്യേക ഒരു താല്പര്യം ഉണ്ടാക്കിയോ? നിങ്ങൾ പോയിക്കോളൂ. അതൊക്കെ പറയുടെ അച്ഛൻ കേൾക്കും. എടാ നാരായണ, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തോന്ന് നമ്മുടെ മരുന്ന് കൊളാബറേഷന്റെ കാര്യം അച്ഛനോട് ഡോക്ടർ പറയുകയാണെങ്കിൽ നമ്മൾ ഔട്ട് പേഷ്യന്റ് ആകുമോ? ഇങ്ങനൊരു മണ്ട നാരായണൻ, അതിനല്ലേടാ നമ്മൾ കയറി ആദ്യമേ ഗോൾ അടിച്ചത്. പിന്നെ നമ്മൾ നൃത്തം ചെയ്തിരിക്കുന്ന കാര്യം നിർത്തലാക്കാമെന്ന്. ഈ ഡോക്ടറല്ല, ഈ ഡോക്ടറിന്റെ അപ്പൻ ഡോക്ടർ വന്നാലും ഈ സോഫിയാണ് കനക്കില്ല. എനിക്കറിയില്ലേ എവിടെയാ നാരായണ. എന്തുണ്ടോ രണ്ടുപേരും കൂടി എവിടെ ഒരു ബോംബ് വെച്ച ലക്ഷണം ഉണ്ടല്ലടാ? ആർക്കുണ്ടോ ശബി? നിനക്കിട്ട് അവള് എന്തിട്ടാ പറഞ്ഞിട്ട് പോയത്? ബോംബ് വെക്കുന്നു. എനിക്കിട്ടോ? വരട്ടെ. ശരി. റിസപ്ഷൻ ഡോക്ടർ ഒന്ന് ലീവാ. ഓക്കെ. കൊച്ചേ, മാനേജർ അച്ഛൻ വിളിക്കുന്നു. എന്തിനാ സോഫിയമ്മ? അതൊന്നും എനിക്കറിയില്ല. വാ. ഇത് ഇന്ദുവിനുള്ളതാണ്. ഇതൊരു മിഷൻ ഹോസ്പിറ്റലാണ്. ഇവിടെ ചില കർശനമായ നിയമങ്ങളും ഡിസിപ്ലിനും ഒക്കെ ഉണ്ട്. ഇന്ദുവിനറിയാമല്ലോ. അച്ഛൻ, എന്നെ ഡിസ്മിസ് ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നമ്മുടെ നാട്ടിൽ ഡോക്ടർമാരെ എത്ര വേണമെങ്കിലും കിട്ടും. പക്ഷെ ഡോക്ടർ ഹരിദാസ് പ്രഗത്ഭനായ ഒരു കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹത്തെ കിട്ടാൻ വേണ്ടി അമേരിക്കയിൽ വരെ പോകേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു ഡോക്ടറുടെ പേരിൽ ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാകുക എന്ന് വെച്ചാൽ അതിന്റെ ചീത്തപ്പേര് ഈ ആശുപത്രിക്കാണ്. ഇന്ദുവിന് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇന്ദുവിന് പറയാൻ ന്യായീകരണങ്ങളുണ്ടാവും. പക്ഷെ ഈ ആശുപത്രിക്ക് ഡോക്ടർ ഹരിദാസിനെയാണ് ആവശ്യം. സെന്റിമെന്റ്സും റിലേഷൻഷിപ്പും നോക്കിയാൽ ഒരിക്കലും ഒരു സ്ഥാപനത്തിന്റെ ഡിസിപ്ലിൻ കാത്തു സൂക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സോറി. കോമ്പൻസേഷൻ ഓഫീസിൽ നിന്നും വാങ്ങിച്ചോളൂ. ഹലോ റീത്ത. യെസ്. ഇന്ദുവിനൊന്ന് കണക്ട് ചെയ്യും. ഇന്ദു ഇവിടെ ഇല്ല. ഇന്ദു എവിടെ പോയി? മാനേജർ അച്ഛൻ ഡിസ്മിസ് ചെയ്തു. ഡിസ്മിസ് ചെയ്തു? എന്താ കാരണം?
ഞാൻ പറയുന്നതിലല്ലേ നിനക്ക് വിഷമമുള്ളൂ. ഇപ്പോഴോ ജോലിയും പോയി, ചീത്തപ്പേരുമായി. എന്താ നീ ഒന്നും മിണ്ടാത്തത്? ആ, ഒരു കണക്കിന് നിന്റെ ജോലി പോയത് നന്നായി. ഇങ്ങനൊരു ഭാര്യയുടെ ചിലവ് ജീവിക്കുന്നതിനേക്കാൾ ഭേദം റോഡിലിറങ്ങി തെണ്ടുന്നതാണ്. അതിന് ഇത്ര നാണക്കേടില്ല. ഇന്ദു, പണ്ട് നീ എങ്ങനെയെങ്കിലൊക്കെ ആയിരുന്നിരിക്കാം. പക്ഷേ ഇന്ന് നീ എന്റെ ഭാര്യയാണ്, ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. അതെല്ലാം മറന്നാണ് നീ അയാളുമായി. ഞാൻ മിസ്റ്റർ ഹരിദാസ്, ഞാനൊരു ഹാർട്ട് പേഷ്യന്റാണ്. എന്റെ ഹൃദയത്തിന് കൂടുതൽ ആഘാതം ഏൽക്കാൻ പാടില്ലെന്ന് നിങ്ങളല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്ലീസ് മേലിൽ ഇങ്ങോട്ട് വരരുത്. അച്ഛോ, ഡോക്ടർ ഹരിദാസ് രാവിലെ പോയതാണ്, ഇതുവരെ എത്തിയിട്ടില്ല. പേഷ്യൻസ് എല്ലാം വെയിറ്റ് ചെയ്യാണ്. അങ്ങനെയാണ്, ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. ഡോക്ടർ ഡോക്ടർ, ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് ഡോക്ടർ ഹരിദാസിനെ ഈ ഹോസ്പിറ്റലിന് കിട്ടിയത്. ഇന്ന് ഈ സ്ഥാപനത്തിന്റെ നട്ടല് തന്നെ ഡോക്ടറാണ്. ഒരു മതസ്ഥാപനത്തിന് കേൾക്കാൻ പാടില്ലാത്ത പലതുമാണ് ദിവസവും കേൾക്കുന്നത്. ഒരു സ്ഥാപനത്തിന്റെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന ആരെയും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇന്ദുവിനെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതല്ലേ? അച്ഛന്റെ തീരുമാനം നന്നായി. പക്ഷേ ആദർശങ്ങളും ഡിസിപ്ലിനും എല്ലാം സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പ്രയോഗിക്കാവുന്ന വാചകങ്ങളാക്കി മാറ്റരുത്. ഇന്ദുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചേക്കാൻ ഞാനൊരു കാരണക്കാരനാണെങ്കിൽ ആദ്യം ഡിസ്മിസ് ലെറ്റർ തരേണ്ടത് എനിക്കാണ്. പക്ഷെ നിങ്ങളത് ചെയ്തില്ല. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിലനിൽപ്പാണ് ആവശ്യം. അതിന് എന്നെപ്പോലുള്ള ഡോക്ടർമാരുടെ സേവനവും നിങ്ങൾക്ക് ആവശ്യമാണ്. ഇന്ദുവിനെ പോലെ 1000 റിസപ്ഷനിസ്റ്റുകളെ നിങ്ങൾക്ക് വേറെ കിട്ടും. പക്ഷെ അച്ചോ, അതിലെല്ലാത്തിനേക്കാളും ഉപരി വേറുന്നുണ്ട്. കുടുംബം, ഭർത്താവ്, കുഞ്ഞ്. കുടുംബം എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തെക്കാൾ വലിയ ഒരു സ്ഥാപനം ഈ ലോകത്തിൽ നിന്നുള്ള വിശ്വാസക്കാരനാണ് അച്ചോ ഞാൻ. ഹാർട്ട് പേഷ്യന്റായ ഒരു ഭർത്താവ്, പറക്കമിട്ടാത്തൊരു കുഞ്ഞും ഇന്ദുവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. ഞാൻ കാരണം ഇന്ദുവിന്റെ കുടുംബം തകരാൻ പാടില്ല അച്ചോ. ഡോക്ടർ, ഞാനൊരു വൈദികനാണ്. ജനങ്ങളുടെ നന്മയാണ് എന്റെ ലക്ഷ്യം. എനിക്ക് വേണ്ടത് ഡോക്ടർ ഹരിദാസിനെയാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ നേട്ടത്തിന് വേണ്ടിയല്ല, മനുഷ്യജീവന്റെ നിലനിൽപ്പിന് വേണ്ടി. ഇന്ദുവിനെയും നിങ്ങളെ ഇപ്പോ ഈ പ്രേമവും അവിഹിതവും അല്ലാത്ത ഒരുപാട് വികാരങ്ങളുണ്ട് അച്ചോ സ്ത്രീയും പുരുഷനും തമ്മിൽ. ഡോക്ടർ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇന്ദുവിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ ഇത്ര താല്പര്യം? അച്ഛനതറിയണമല്ലേ? ഇന്ദുവിന്റെ ഭാര്യയായിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് ചിങ്ങമാസത്തിലെ ഒരു വ്യാഴാഴ്ച ദിവസം രാവിലെ 11:30 മണിക്കുള്ള മുഹൂർത്തത്തിൽ ഹിന്ദു മതാചാരപ്രകാരം അവളുടെ കഴുത്തിൽ താലി കെട്ടിയവനാണ് ഞാൻ.